വരില്ല വരില്ല എന്ന് വിചാരിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭയിൽ എത്തിയതിന്റെ ഞെട്ടലിൽ ആണോ KPCC നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും? വിവാദങ്ങൾക്കെല്ലാമിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭയിലെത്തി. പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് VD സതീശന്റെ എതിർപ്പുകളെയെല്ലാം തള്ളിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിയത്. രാഹുൽ ഇരിക്കുന്നത് പ്രതിപക്ഷ നിരയിലെ പിൻബെഞ്ചിലെ പ്രത്യേക ബ്ലോക്കിലായിട്ടാണ്. D ബിനോയ് ചേരുന്നു. എങ്ങനെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്നത്തെ നിയമസഭാ പ്രവേശനം? MS രാവിലെ 9:18 രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയത്. പ്രധാന കവാടത്തിലൂടെ അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനത്തിൽ എത്തിയതിനു ശേഷം നിയമസഭയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്ന പ്രധാന വാതിലിന് മുന്നിൽ വാഹനം നിർത്തി നേരെ ലിഫ്റ്റ് വഴി മുകളിലേക്ക് എത്തുകയായിരുന്നു. എങ്ങും നിൽക്കാതെ തന്നെ നിയമസഭ ഹാളിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. നേരത്തെ നിർദ്ദേശിച്ചിരുന്ന സ്ഥലത്ത്, അതായത് പ്രതിപക്ഷ അംഗങ്ങൾ ഇരിക്കുന്ന സീറ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു ബ്ലോക്ക് കൂടെ കഴിഞ്ഞതിന് ശേഷമുള്ള സ്ഥലത്താണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തിരിക്കുന്ന ഇരിപ്പിടം. ഇന്ന് രാവിലെ മുതൽ തന്നെ അയാൾ വരുമോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എത്താതിരിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ചില സംശയങ്ങളും ചില ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു രാവിലെ 8:30 മണിയോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി. കാരണം രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഇന്നലെ രാത്രിയോട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി വീട് പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. രണ്ടാമത്തേത്, ചില മുതിർന്ന നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിച്ചു. അതിനുശേഷം പ്രതിപക്ഷ നേതാവുമായി ധാരണയെത്തി എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പുറത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു മുതിർന്ന നേതാക്കന്മാർ ഇടപെട്ടതിനെ തുടർന്ന് ഇന്നത്തെ ദിവസം ഭരണപക്ഷ നിരയിലോ പ്രതിപക്ഷ നിരയിലോ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരാനുള്ള സാധ്യത കുറവായതുകൊണ്ട് വളരെ സുരക്ഷിതമായ ഒരു ദിവസമാണ് ഈ നിയമസഭയിൽ എത്താൻ എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മൗന അനുവാദത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. രണ്ടാമതൊരു കാര്യം, നിയമസഭയിൽ വരാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അയാൾ ചെയ്ത തെറ്റ് ന്യായീകരിക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ അയാൾ തെറ്റ് ചെയ്ത ആളാണ് എന്നൊരു തോന്നൽ ഉണ്ടാവും. ഒപ്പം സഭയിൽ നിന്ന് ഒരു ഒളിച്ചോടൽ ഉണ്ടാവും. ഈ രണ്ടാമത്തെ കാര്യമാണ് മുതിർന്ന നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ച് ധാരണയിലെത്തിയത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സഭയിൽ വന്നോട്ടെ. പക്ഷെ നാളെ തൊട്ട് വരുന്ന കാര്യം, അത് ഇന്നിപ്പോൾ KPCC യോഗം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ KPCC യോഗത്തിലായിരിക്കും നാളെ വരണമോ വരാതിരിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ തുടരാൻ KPCC അനുമതി നൽകുകയാണെന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് സഭയിലേക്ക് വരും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പ്രത്യേക ബ്ലോക്കിൽ തുടരേണ്ടി വരും. കാരണം ഈ സഭാ കാലയളവിലേക്ക് ആണ് ഈ പ്രത്യേക ബ്ലോക്ക് അനുവദിച്ചിരിക്കുന്നത്. കാരണം അടുത്ത 6 മാസത്തേക്ക് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒപ്പം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുമെന്ന് കാണിച്ചുകൊണ്ടുള്ള കത്താണ് നൽകിയിരിക്കുന്നത്. ആ കത്ത് പിൻവലിക്കാനാകില്ല എന്നാണ് നിയമസഭാ ചട്ടങ്ങളിൽ പറയുന്നത്. അതിലൊരു വ്യക്തത ഇനി വരുത്തേണ്ടതുണ്ട്. ഒരു പക്ഷേ രാഹുലിന്റെ സസ്പെൻഷൻ പിൻവലിക്കുകയോ അല്ലെങ്കിൽ തൽക്കാലമായി നിയമസഭയിൽ പോകാൻ അനുമതി നൽകിയാൽ തന്നെയും നിയമസഭാ കാര്യപരിപാടികളിൽ അദ്ദേഹത്തിന് അഭിപ്രായം പറയാനോ ചോദ്യങ്ങൾ ഉന്നയിക്കാനോ ഉള്ള അവസരം ഉണ്ടാവില്ല. പ്രത്യേക ബ്ലോക്കിൽ തുടരാം. അതിനപ്പുറത്തേക്ക് നിയമസഭാ സാമാജികൻ അവിടെ ഇരിക്കാമെന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇന്നത്തെ ചരമോപചാര ചടങ്ങുകൾക്ക് വേണ്ടിയാണ് നിയമസഭാ യോഗം ചേർന്നത്. ഈ ചരമോപചാര ചടങ്ങുകൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ സഭ വിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഒപ്പം 3-4 സുഹൃത്തുക്കളും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് അടൂർ സ്വദേശികളായ സുഹൃത്തുക്കൾക്കൊപ്പമാണ് നിയമസഭയിലേക്ക് വന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം സമയം നിയമസഭയിൽ ചെലവിട്ടതിന് ശേഷം സഭാ നടപടിക്രമങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ സഭ വിട്ടിറങ്ങി വാഹനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് പുറത്തേക്ക് പോയി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനിടയിൽ ചില ചർച്ചകൾ, പ്രത്യേകിച്ചും AICC നേതൃത്വവും KPCC നേതൃത്വവും ഒക്കെ ഇടപെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും കാരണവശാൽ നിയമസഭയിൽ വരാതിരിക്കുകയാണെങ്കിൽ അത് ഭരണപക്ഷത്തിന് മറ്റൊരു തരത്തിൽ ന്യായീകരിക്കാനാവും. കാരണം ഇയാൾ തെറ്റ് ചെയ്തു, അതുകൊണ്ടാണ് സഭയിൽ നിന്നും ഒളിച്ചോടി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് പാർട്ടിയിൽ നിന്നും ഒപ്പം തന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയാൽ പോലും നിയമസഭാ സാമാജികന് നിയമസഭയിൽ എത്താം എന്നുള്ള ഒരു വകുപ്പ് കൂടി ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നിയമസഭയിൽ എത്താൻ ഒരു പക്ഷേ നേതാക്കന്മാർ നിർദ്ദേശിച്ചതെന്നായിരിക്കും നമുക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഇനി നാളെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് സഭാതലത്തിൽ വലിയ പ്രശ്നങ്ങൾ വരാനുള്ള ദിവസമാണ് നാളെ. കാരണം ചോദ്യോത്തര വേള മുതൽ തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇന്നത്തെ KPCC യോഗത്തിന് ശേഷം തന്നെ നമുക്കത് അറിയാൻ കഴിയും. കാരണം വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഭരണപക്ഷത്തിനെതിരെ ഉയർന്നു പോകുന്ന സാഹചര്യത്തിൽ കസ്റ്റഡി മർദ്ദനങ്ങൾ, മറ്റ്
പ്രശ്നങ്ങൾ, സാമ്പത്തിക തട്ടിപ്പുകൾ, ക്രമക്കേടുകൾ, തൃശൂർ കോൺഗ്രസ് നേതാക്കന്മാരുടെ ക്ഷമിക്കണം CPM നേതാക്കന്മാരുടെ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ സഭയ്ക്ക് മുന്നിൽ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം ചോദ്യോത്തരവേള മുതൽ തന്നെ ശക്തമായി പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചടിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉന്നയിക്കുക മാത്രമല്ല അതൊരു വിഷയമായി കൊണ്ടുവരികയും അതിന്റെ പേരിൽ വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചായിരിക്കും നാളത്തെ കാര്യങ്ങളിൽ കോൺഗ്രസും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ ഒരു തീരുമാനം കൈക്കൊള്ളുക. അതായത് സഭാകമ്പമില്ലാതെ സഭാപ്രവേശം നടത്തി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയാം. അതായത് ഈ സഭാകമ്പമില്ലാതെ സഭാപ്രവേശം നടത്താൻ ഏറ്റവും ഉചിതമായ ദിവസം ഇന്നായിരുന്നു എന്നാണ് ഡി ബിനോയ് സൂചിപ്പിച്ചത്. ചരമോപചാരമടക്കമുള്ള ഈ ഒരു കാര്യങ്ങൾ നടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ മറ്റ് പ്രശ്നങ്ങളോ വാദപ്രതിവാദങ്ങളോ ചർച്ചകളോ ഡെസ്കിൽ അടിച്ചുള്ള ആർപ്പുവിളികളോ ഒന്നും ഇല്ലാത്ത ഒരു ദിവസം തെരഞ്ഞെടുത്ത് അതിൻ്റെ തുടക്കം തന്നെ ആ രീതിയിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് സഭയിലേക്ക് വന്നു. അതല്ലാതെ ഇന്ന് വരാതിരുന്ന് അടുത്ത മറ്റൊരു ദിവസം വരികയാണെങ്കിൽ അതിലൊരു സഭാകമ്പത്തിൻ്റെ പ്രശ്നമുണ്ടാകുമായിരുന്നു. അപ്പോൾ ഉചിതമായൊരു ദിവസം തെരഞ്ഞെടുത്തു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിന് പിന്നിൽ ഈ KPCCയുടെ മൗനാനുവാദമുണ്ട് എന്നാണ് ഡി ബിനോയ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ തന്നെയാണോ? KPCC ആ രീതിയിൽ വരരുത് എന്ന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ള ഒരു നിരീക്ഷണം കൂടിയില്ലേ? രണ്ട് കാര്യങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവ് കൃത്യമായും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുന്നതിനെതിരെ നിലപാട് കടുപ്പിച്ചിരുന്നു. വരാൻ പാടില്ല നിലപാട് കടുപ്പിക്കുമ്പോഴും UDF കൺവീനറും ഒപ്പം KPCC അധ്യക്ഷനും ഒരു അയഞ്ഞ മട്ടായിരുന്നു. UDF കൺവീനർ വ്യക്തമായി പറഞ്ഞു, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് നിയമസഭയിൽ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? രണ്ട്, ഭരണപക്ഷത്തിരിക്കുന്നവരും ഇത്തരത്തിൽ ആരോപണ വിധേയരായവരാണ്, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട കേസ് ഉള്ളവരുമാണ്. അങ്ങനെ ഞാൻ ആളുകളുടെ പേര് പറയുന്നില്ല. ഇത്തരത്തിൽ ഒരു വാക്ക് പറഞ്ഞു. അത് കൃത്യമായും അടൂർ പ്രകാശിന്റെ ഒരു പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ട് എന്നുള്ളതിന്റെ സൂചന. രണ്ടാമത് KPCC പ്രസിഡന്റും കഴിഞ്ഞ ദിവസം പറഞ്ഞു നിയമസഭയിൽ പോകുന്നതിന് പ്രശ്നങ്ങളില്ല, അതുമായി ബന്ധപ്പെട്ട വിലക്കുകൾ നിലനിൽക്കില്ല. ഒപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഒരു വലിയ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കത്തിന് അല്ലെങ്കിൽ അയാൾ നിയമസഭയിലേക്ക് പോകുന്നതിന് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഒരു സഹായകരമായി. മാത്രവുമല്ല KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ ഒപ്പം PC വിഷ്ണുനാഥ് ഇവർ രണ്ടുപേരും വലിയ തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്താതിരുന്നാൽ അത് മറ്റൊരു തരത്തിൽ ന്യായീകരിക്കും, പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനായി മാറപ്പെടുകയും ചെയ്യും. അത് ശരിയല്ല. അതുകൊണ്ട് സഭയിലേക്ക് പോകണം എന്ന് ഇത്രയും ആളുകൾ ഒരു നിലപാട് കടുപ്പിച്ചതുകൂടിയാണ് KPCC യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ ചില മുതിർന്ന നേതാക്കളും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ചർച്ച നടത്തിയതിനു ശേഷം ഇന്ന് നിയമസഭയിലേക്ക് പറഞ്ഞു വിട്ടത്. അതെ, അതിൽ നേമം ഷജീർ എന്ന് പറയുന്ന വ്യക്തിക്കൊപ്പം ഒരു സ്വകാര്യ കാറിലാണ് എത്തിയത്. സ്വന്തം കാറിലല്ല, MLA എന്നുള്ള ബോർഡ് വെച്ച സ്വന്തം കാറിലല്ല വന്നത്. നേമം ഷജീറിനൊപ്പം എത്തുന്നു. AK മഷ്റഫിന്റെ തൊട്ടരിയിലാണ് ഇരിപ്പിടം അല്ലേ? ഇനി അതിൽ മാറ്റമൊന്നുമില്ലല്ലോ ഇനി അടുത്ത ദിവസങ്ങളിൽ വന്നാലും? ഇല്ല, അതിന് മാറ്റം ഉണ്ടാവില്ല. കാരണം ഇനി ഈ ഒക്ടോബർ 10 വരെയാണ് സഭാ നടപടിക്രമങ്ങൾ ഉള്ളത്. അതുവരെ ആണ് ഈ പ്രത്യേക ബ്ലോക്ക് അനുഭവിച്ചുകൊണ്ടുള്ള ഇത് വന്നിരിക്കുന്നത്. അത് ഒരു പക്ഷേ നിയമസഭ സാമാജികൻ എന്ന നിലയ്ക്ക് അതിൽ നിന്ന് അദ്ദേഹത്തിന് പിന്മാറ്റാൻ കഴിയത്തില്ല. അത് നിയമസഭയിൽ നിലനിൽക്കുന്ന ഒരു നിയമമാണ്. കാരണം പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുന്ന ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് പാർട്ടിയിൽ നിന്നും ഒപ്പം പാർലമെന്ററി പാർട്ടിയിൽ നിന്നും തൽക്കാലം സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരാൾ പാർലമെന്ററി പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം പ്രത്യേക ഇരിപ്പിടത്തിലേക്ക് മാറപ്പെടണം എന്ന് എഴുതി വെക്കപ്പെട്ട നിയമസഭാ രേഖകളുണ്ട്. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ അവിടെ മാത്രമേ തുടരാൻ കഴിയുകയുള്ളൂ. മാത്രവുമല്ല ഇനി അത് പിൻവലിക്കാൻ യാതൊരു കാരണവശാലും സാധ്യതകൾ കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സഭാ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറ്റ് ചില കാര്യങ്ങളിലും ഇത്തരത്തിൽ പിൻവലിക്കാൻ വേണ്ടിയുള്ള കത്തുകളും അല്ലെങ്കിൽ മറ്റേ രേഖകളൊക്കെ നൽകുന്ന ഒരു ഇതിലേക്ക് കടക്കും. സഭയിൽ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഒരാളിനെ സസ്പെൻഡ് ചെയ്യുക, ആ സസ്പെൻഷൻ പിൻവലിക്കുന്ന സസ്പെൻഷൻ തുടരുന്നൊരു പതിവ് നിയമസഭയിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ രീതിയും ഇതും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും പ്രത്യേക ബ്ലോക്കിൽ തന്നെ തുടരും. ഒരു പക്ഷേ രാഷ്ട്രീയ നടപടിക്രമങ്ങൾ 6 മാസം വരെ തുടരുകയും ചെയ്യും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് ഹൂ കെയേഴ്സ് എന്നുള്ളതായിരുന്നു. ആ ഹൂ കെയേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു എപ്പോഴും പ്രധാനപ്പെട്ട വാക്യമായിട്ട് മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ ഈ സഭയിൽ പ്രവേശിക്കരുത്, അത് അനുചിതമാവും, പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒക്കെ മറ്റ് രീതിയിലേക്ക് ശ്രദ്ധ മാറിപ്പോകും, അതുകൊണ്ട് വരാതിരിക്കരുത് എന്നുള്ള നിബന്ധനയെ, നിർദ്ദേശത്തെ ഹൂ കെയേഴ്സ് എന്നുള്ള രീതിയിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രവേശിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു വിലയിരുത്തൽ
രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സഭാപ്രവേശവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടാൻ സാധ്യതയുണ്ട്. ആ കുറിപ്പിൻ്റെ ഏകദേശ രൂപം എന്ന് പറയുന്നത് ഊഹിക്കാവുന്നത് ഇങ്ങനെയാണ്: ഇന്ന് നിയമസഭയിൽ പ്രവേശിച്ചു, എന്നെ ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്ത ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ നിറവേറ്റാൻ എൻ്റെ ഒരേ ഒരു ഇടമായ നിയമസഭയിൽ ചെന്നു, അവിടെ ഞാൻ ഇരുന്നു, എനിക്ക് ജനങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള കടമ മറക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കുറിപ്പിനൊക്കെ സാധ്യത ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് കടന്നു കയറിയുള്ള ഒരു ചോദ്യമാണോ? അല്ല, ഉറപ്പായിട്ടും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ട സ്ത്രീകൾ രണ്ട് യുവതികളാണ്. ആ രണ്ടുപേരും ഇതുവരെയായും പ്രത്യക്ഷത്തിൽ പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല. അവര് പരാതി ക്രൈംബ്രാഞ്ചിന് മുന്നിൽ മൊഴിയും നൽകിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പരിധിവരെ അദ്ദേഹത്തിന് ഈ ജനങ്ങളുടെ മുന്നിലെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുള്ളത് ഈ പാർട്ടിക്കകത്തെടുത്തിരിക്കുന്ന നിലപാടുകൾ, അതാണ് പ്രശ്നം. KPCC ആയാലും AICC ആയാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയായാൽ മാത്രമേ, അല്ലെങ്കിൽ ആ പാർട്ടി കണ്ടെത്തണം ഇയാൾ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ അദ്ദേഹം സുരക്ഷിതൻ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിന് കൃത്യമായ ഒരു എന്താ പറയാ, ഒരു മാർഗരേഖ ലഭിച്ചതിന്റെ ഫലമായി താൻ എല്ലാ അർത്ഥത്തിലും മുക്തനായിരിക്കുന്നു, തനിക്കെതിരെയുള്ള പരാതികളിൽ നിന്നും മോചിതനായിരിക്കും എന്ന് പറയാൻ കഴിയുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയം കൂടുതൽ കലുഷിതമാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസിന്റെ നീക്കം. പക്ഷേ സഭയിൽ കാര്യപരിപാടികൾ കടുപ്പിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. മുന്നോട്ട് കൊണ്ടുപോകും. ഡീബിനോ, ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു സംശയം എൻ്റെ ഉള്ളിൽ വരുന്നത്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ അനുകൂലിക്കുന്നവരടക്കമുള്ള നേതാക്കൾ ഒരു ത്രിശങ്കുവിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണോ? അതായത് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്നൊരവസ്ഥ, രണ്ട് രീതിയിൽ ഇതിനെ നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതായത് ഈ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലും സഭയിലുണ്ട് എന്ന് വിചാരിക്കുക. സഭയിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീ സുരക്ഷയടക്കമുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഭരണപക്ഷം ആ ഇരിക്കുന്ന വ്യക്തി തന്നെയല്ലേ ഏറ്റവും വലിയ സ്ത്രീ സുരക്ഷയുടെ പ്രതിനിധാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുകയും മറ്റും ചെയ്തേക്കാം. സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിന്നിട്ട് അതിനെ പ്രതിരോധിക്കേണ്ടി വരും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധിയല്ല, കോൺഗ്രസിലും സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ കോൺഗ്രസ്സുകാരായിട്ടുള്ള പ്രതിപക്ഷത്തിലെ പല അംഗങ്ങൾക്കും എഴുന്നേറ്റ് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നുവെങ്കിൽ പോലും കോൺഗ്രസ്സുകാർ തൻ്റെ കൂടെയുണ്ട് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഭരണപക്ഷം ഈ പറയുന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിഹാസത്തിൻ്റെ രീതിയിലും മറ്റുമൊക്കെ ആരോപണങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ചാൽ നേരെ അതിനെ എതിരിടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല എഴുന്നേറ്റ് നിൽക്കുക, മറിച്ച് ഭരണപക്ഷത്ത് സമാനമായിട്ടുള്ള ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ളവരുടെ കാര്യം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരും എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ കോൺഗ്രസ്സുകാർ കൂടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരർത്ഥത്തിൽ പുറത്താക്കപ്പെട്ടുവെങ്കിലും കോൺഗ്രസിലേക്ക് ഏത് നിമിഷവും തിരിച്ചെത്താൻ കഴിയുന്ന രീതിയിലുള്ളൊരു പ്രതിച്ഛായ നിർമ്മിതി സഭയ്ക്കകത്ത് ഉണ്ടാക്കിയെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയും എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അത് ശരിയാണോ? തീർച്ചയായും അതാണല്ലോ. കാരണം ഈ ഏകപക്ഷീയമായ ഒരു വിയോജിപ്പും എതിർപ്പുമാണ് പ്രതിപക്ഷ നേതാവ് പലപ്പോഴും ഉയർത്തിക്കൊണ്ടുവന്നത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ചിലർ MLA സ്ഥാനം രാജിവെപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ ചില മുതിർന്ന നേതാക്കന്മാർ ഏറെ പിന്നോക്കം പോയിട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നാൽ തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹത്തിനെ പ്രത്യക്ഷമായും പരോക്ഷമായും ഭരണപക്ഷം ചെയ്യുന്ന പ്രതിഷേധ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്കായിരിക്കത്തില്ല നേരിടുക. അതിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നിന്ന് നേരിടും. പക്ഷെ നേരിട്ടാൽ മാത്രമേ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സഭയ്ക്കകത്ത് സധൈര്യം പോരാടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സഭയ്ക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന എന്ത് പോർവിളികളും വെല്ലുവിളികളും ഒക്കെ കോൺഗ്രസ് അവിടെ ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നേരിടും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ സൂചനയാണ് ഇന്ന് അയാൾ നിയമസഭയിലേക്ക്. നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരാം. പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട് നിന്നും പ്രതിപക്ഷ നേതാവ് പിന്നോക്കം പോയോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടോ എന്നുള്ള കാര്യം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവിനെ കാര്യങ്ങൾ പറഞ്ഞ് ചില മുതിർന്ന നേതാക്കന്മാർ ധരിപ്പിക്കുകയും ഈ പ്രതിസന്ധി തൽക്കാലത്തേക്ക് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് നിയമസഭയിലേക്ക് വരുന്നതിന് വേണ്ടി, കാരണം ഈ പാർലമെന്ററി പാർട്ടി അംഗം നിയമസഭയിൽ വരണമോ വരണ്ടയോ അല്ലെങ്കിൽ വരാതിരിക്കാനോ ഒക്കെ ഉള്ള തീരുമാനമെടുക്കുവാൻ
പ്രതിപക്ഷത്തിന്റെ നേതാവ് എന്ന നിലയ്ക്ക് പ്രതിപക്ഷ നേതാവിന് അധികാരമുണ്ട്. ആ അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്നും വരികയാണെങ്കിൽ പ്രത്യേക ബ്ലോക്കിൽ ഇരുത്താൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നൊക്കെ നിയമസഭാ സ്പീക്കർ പ്രതിപക്ഷ നേതാവിന് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. ആ ഒരു അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ അനുവാദം ഇല്ലാതെ ഈ പാർലമെന്ററി പാർട്ടി അംഗം കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരിക്കൽ പോലും നിയമസഭയിൽ വരാൻ കഴിയില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷ നേതാവിനെ മുതിർന്ന നേതാക്കന്മാർ ഇടപെട്ട് സംസാരിച്ച് ഒരു ധാരണയിൽ എത്തിച്ച് ഈ പ്രശ്നത്തിനൊരു ഭാഗിക പരിഹാരം കണ്ടെത്തിയതിനു ശേഷമായിരിക്കും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിയമസഭയിൽ വരുന്നതിനുള്ള അനുമതി പ്രതിപക്ഷ നേതാവ് നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാം.